ഏതായിഷു? ഇപ്പഴാ എനിക്ക് ബോധം വന്ന് ഇതെന്റെ മോളാന്നുള്ളത്. എന്തേ ഇപ്പൊ പോന്ന് കെട്ടി കുത്തിയിട്ട്? എന്തേ പോന്നപ്പോ എനിക്കറിയില്ലേ? എനിക്ക് എങ്ങനെ അറിയാം ഞങ്ങള് വന്നത്? പിന്നെ എനിക്കറിയാതെ എവിടെയൊക്കെ പോയിണ്ടാവും? എന്നെ എനിക്ക് മേടിച്ച് കൂട്ടി വെക്കുമ്പോ അറിയില്ലേ? നിങ്ങള് ഭയങ്കര ടാറ്റ കമ്പനി അല്ലേ? എങ്ങനെ ചൊരിയ? എന്തായിരുന്നു നിങ്ങള് ചൊരിഞ്ഞ ഇവിടെ? എന്തേ എനിക്കൊന്നും ചൊരിഞ്ഞിട്ടില്ലേ? എനിക്കായിട്ടൊന്നും നിങ്ങൾ ചൊരിയേണ്ട ആവശ്യമില്ല. നിങ്ങള് ചൊരിഞ്ഞൊക്കെ ഇവിടെ ഉണ്ട്. കുട്ടിക്കുള്ള അല്ല, അതെങ്ങനെ അങ്ങോട്ട് വരുന്നത്? അത് എന്റെ മോക്കുള്ള, എന്റെ മോക്ക് കൊടുക്കാതെ അങ്ങനെ സുഖത്തിൽ ജീവിച്ചാ ഞങ്ങളെ. ഈ വരവ് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ട് എച്ച് കണക്കായിട്ട് വന്നിട്ടുള്ളതാണെന്നുള്ളത്. 4 സെന്റോ 5 സെന്റോ സ്ഥലല്ലേ? അത് എനിക്ക് വില ഉണ്ടാവില്ല, ഞങ്ങൾക്ക് വലുതാണ് കൊടുക്കുക. ഞങ്ങൾക്ക് 50 സെന്റിന്റെ മേനിയാണത്. അതല്ലേ? മനസ്സിലായ? ഇവള് ഒരുത്തന്റെ ഒപ്പം ഈ കുട്ടീനെ ഉപേക്ഷിച്ചിട്ടാണ് ചാടി പോയപ്പോഴേ നോട്ടറി വക്കീലിനെ വെച്ചിട്ട് എഴുതിച്ചിട്ടുണ്ട് അന്ന് കരാറ്. ഒരു സ്വത്തിനും ഒരു സ്വർണത്തിനും ഇനി അവകാശം പറഞ്ഞു വരില്ല, എന്റെ കുട്ടീനെയും ചോദിച്ചു വരില്ല എന്നുള്ളത്. അതൊക്കെ ഈ കുട്ടിക്കുള്ളതാണ്. എനിക്കൊന്നും നിങ്ങളെ സ്വത്തൊന്നും വേണ്ട. നോട്ടറി വക്കീലിനെ വെച്ച് എഴുതിച്ചു പറഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ കാര്യമില്ലാത്ത? ഒരു കാര്യമില്ല, ഒരു വിലയില്ല. അത് ഇന്റെ കുട്ടിനെ കൊടുത്താളെ. ഇന്റെ കുട്ടി അങ്ങനെ ചാടി പോയിക്കണെങ്കിലേ അതിന് ഒറ്റ കാരണക്കാരജാണ്. അന്റെ കുളം കൊണ്ടേക്കാറ് ചാടി പോയിക്കണം. മനസ്സിലായ? ആയിക്കോട്ടെ, ആ പോക്കോള് പോയിക്കണല്ല. ഓള് ഇങ്ങോട്ട് വന്നോന്നല്ലേ, ഓളോളം മുതല് ചോദിച്ചാൻ വന്നതാ. ഈ കുട്ടീനെ ഇതിപ്പോഴല്ലേ 10 വയസ്സായത്. ഇത് ചെറിയ കുട്ടിയാവുമ്പോ ഇവിടെ ഇട്ടിട്ട് പോയതല്ലേ? ഒരു ദയ ഇല്ലാണ്ട് ഞാനേ അതിനെ അത്രയും ശ്രദ്ധിച്ച് വളർത്തി വലുതാക്കിയിട്ട് ഇപ്പൊ എത്രയായി. അപ്പൊ നിങ്ങൾക്ക് ഐഷു എന്ന് പറഞ്ഞിട്ട് വരിക, അതിന്റെ സ്വത്ത് ചോദിക്കുക അല്ലേ? അജി അങ്ങനെ കാണലും പിടിക്കലൊന്നും വേണ്ട. ഈ സ്കൂളിൽ പോയിട്ടേ ഒളിഞ്ഞൊന്ന് നോക്കണതും കുട്ടീനെ ബ്രെയിൻ വാഷ് ചെയ്യണതും വിളിച്ചോണ്ടോണതും മിഠായി വാങ്ങി കൊടുക്കണമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ വിലക്കിയിട്ടുണ്ട് ഇല്ലേ? നീ അങ്ങനെ ചെയ്യരുത് കേട്ടാ. അത് മുപ്പച്ചി പറഞ്ഞില്ലേ? നീ ഒന്ന് വിളിച്ചു നോക്ക്. അതെനിക്ക് ഇപ്പഴാ ബോധം ഉണ്ടായത്. അതെ, ഇപ്പൊ മോളേനെ അന്വേഷിച്ച് വരുന്നു, മോൾക്ക് എഴുതി കൊടുത്ത സ്വത്ത് ചോദിച്ചു വരുന്നു. അത് തരാൻ പറ്റില്ല, അത് കുട്ടിക്കുള്ളതാണ്. ഇങ്ങോട്ട് എന്റെ കുട്ടി നടക്കണ വഴിയിൽ തന്നെ കണ്ടുപോരുത്. എന്റെ കുട്ടിന്റെ ഇജ്ജ് വന്നപ്പോ കുട്ടീനായിട്ടാ വന്നിട്ടത്? എന്റെ മോളത് കെട്ടിയ ശേഷം ഉണ്ടായ കുട്ടിയല്ലത്? അപ്പൊ എന്റെ മോക്കും കൂടി അവകാശപ്പെട്ട കുട്ടി. ഓള് വരുമ്പോ കൊടുക്കുന്നല്ലോ. അതന്നെ. അപ്പൊ എന്റേത് ഓളതും കൂടിയാണ്. ഈ തൊള്ളയെ തോന്നിയ ഞാൻ എന്റെ വീട്ടിൽ വന്നിട്ട് വർത്താനം പറയാൻ പറ്റില്ല. എന്റെ ഒരു വീട് ഒരു വീട്ടുകാരൻ വന്നിട്ടുണ്ട്. ഞാൻ വീട്ടുകാരൻ തന്നെ. പിന്നെ ഞാൻ അസൽ ഉത്തരവാദിത്തത്തിൽ എന്റെ കുട്ടീനെ നോക്കിയിട്ടുണ്ട്. ഇജ്ജ് തന്തല്ലേ? അപ്പൊ എനിക്ക് ഉത്തരവാദിത്തം ആണെങ്കിൽ നോക്കി അത്ര പറയാനോ? തള്ള പോയെങ്കിൽ എന്റെ സ്വൈര്യക്കടോട് പോയതാണ്. പിന്നെ നിങ്ങളുടെ പഠിപ്പല്ലേ? നിങ്ങളല്ലേ വിള തള്ള? നിങ്ങളെ പഠിപ്പല്ലേ? ആ പഠിപ്പന്നെ നിങ്ങളെ മോള് കാണിക്കുള്ളൂ.